ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ലോറ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ജൂട്ടറുടെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ആണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് പീസിൽ ഞാൻ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി റൗണ്ട് ഷേപ്പ് നമുക്ക് മുറിച്ചെടുക്കാം. ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജൂട്ട് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടി വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ എന്നതാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ജൂട്ട് ത്രെഡ് ഈ കാർഡ്ബോർഡ് പീസിലേക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളും ചെയ്യാം. ഈ വൈറ്റ് ഗ്ലൂവിൻ്റെ വൈറ്റ് കളറിലുള്ളത് കുഴപ്പമൊന്നുമില്ല. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയി പോയിക്കോളും. ഇനി നമുക്ക് ഇത് ഫുള്ളും ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഞാൻ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ജൂട്ട് ത്രെഡ് വെച്ചിട്ടുള്ള ഫെതേഴ്സ് ആണ്. ഈ ഫെതർ ഉണ്ടാക്കാൻ വേണ്ടി 18 സെൻറ്റിമീറ്ററിൽ ഞാൻ ജൂട്ട് ത്രെഡ് മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആക്കിയെടുക്കാം. ഇത് തിക്നെസ് ഉള്ള കാരണമാണ് ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ തിക്നെസ് ഇല്ലാത്തതാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഫുള്ളും നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു ഈർക്കിൽ എടുത്തിട്ടുണ്ട്. ഈ ഈർക്കിലിലേക്ക് ഞാൻ ഈ ജൂട്ട് ത്രെഡ് കെട്ടിക്കെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളും ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഇങ്ങനെ ചീകിയെടുക്കാം, കോംബ് ചെയ്തെടുക്കാം. ഇങ്ങനെ കോംബ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ജൂട്ട് ത്രെഡ് നല്ല സോഫ്റ്റായി ഫെദർ പോലെ ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം. ഞാൻ ഫുള്ളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഷേപ്പിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതുപോലെ ഫുള്ളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചുമ്മാ മണ്ടയിലേക്കൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. കൈ വെച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം നമുക്ക്. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്തുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇർക്കിളിയിലേക്ക് നമുക്ക് ഈ ജൂട്ട് ത്രെഡ് കെട്ടിക്കൊടുക്കാം. ഞാൻ ഫുള്ളും കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോംബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇത് ഞാൻ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മണ്ടയിലേക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ മണ്ടയിലും അടിയിലായിട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതിലും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ഇതിനെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഈ കാർഡ്ബോർഡ് പീസ് ഞാൻ മുറിച്ച് കളയുന്നുണ്ട്. ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ചെയ്ത ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ഈ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.